നമ്മുടെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ് ആര്യവേപ്പ്. ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ കേരളത്തിൽ മിക്ക വീടുകളിലുമുള്ള ഒരു വൃക്ഷമായിരുന്നു ആര്യവേപ്പ്. നമ്മുടെ വീട്ടിൽ തീർച്ചയായും നട്ടുപിടിപ്പിക്കേണ്ട ഒരു വൃക്ഷം കൂടിയാണ് ഇത്. പലർക്കും ആര്യവേപ്പിൻ്റെ ഗുണങ്ങൾ വേണ്ടത്ര അറിയില്ല. ആര്യവേപ്പിൻ്റെ ചില ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആര്യവേപ്പിലയും പച്ചമഞ്ഞളും ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ സ്ഥിരമായി കുളിച്ചാൽ എല്ലാവിധ ത്വക്ക് രോഗങ്ങൾക്കും ശമനമുണ്ടാകും. തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി രോഗങ്ങളുടെ ചൊറിച്ചിൽ ശമിപ്പിക്കാനും വേപ്പില അരച്ച് പുരട്ടുന്നത് നല്ലതാണ്. പൊള്ളലേറ്റ ഭാഗത്ത് ആര്യവേപ്പില അരച്ച് പുരട്ടിയാൽ മുറിവ് വേഗത്തിലുണങ്ങാൻ സഹായിക്കും. ശ്വസന സംബന്ധമായ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നാണ് ആര്യവേപ്പില. വെറും വയറ്റിൽ ആര്യവേപ്പില കഴിക്കുന്നത് ഇടയ്ക്കിടെ വരുന്ന പനി, ചുമ, കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റുന്നതിന് സഹായിക്കുന്നു. വെറും വയറ്റിൽ ആര്യവേപ്പില ചവച്ചരച്ച് കഴിക്കുന്നത് വയറ്റിലെ വിരകളെ തുരത്താനും സഹായിക്കുന്നു. ഇതിലെ ബയോകെമിക്കൽ ഘടകങ്ങളാണ് ഇതിന് സഹായിക്കുന്നത്. തലമുടിയുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രധാന വില്ലനാണ് പേനും താരനുമെല്ലാം. ആര്യവേപ്പ് അരച്ച് തലയിൽ തേക്കുന്നത് ഇത്തരം പ്രശ്നത്തിനെല്ലാം പരിഹാരം കാണാൻ സഹായിക്കുന്നതാണ്. ആര്യവേപ്പ് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. ഇത് തലയോട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടാനും ചൊറിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഇല്ലാതാക്കാനുമെല്ലാം സഹായിക്കുന്നു. ആര്യവേപ്പ് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി തൈരും ചേർത്ത് തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് 10 മിനിറ്റിന് ശേഷം നല്ലതുപോലെ കഴുകിക്കളയുന്നതും തലയോട്ടിയിലെ ചൊറിച്ചിലും താരനും മാറിക്കിട്ടാൻ സഹായിക്കും. ആര്യവേപ്പ് അരച്ച് നാരങ്ങാനീര് ചേർത്ത് ഉപയോഗിക്കുന്നതും തലയിലെ പേനിനെ ഇല്ലാതാക്കാനും മുടി ആഴത്തിൽ വൃത്തിയാക്കാനും ഒക്കെ സഹായിക്കുന്നു. ആര്യവേപ്പും ഒലീവ് ഓയിലും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് ഇരട്ടി ഗുണമാണ് നൽകുന്നത്. ആര്യവേപ്പ് അരച്ചതും അല്പം ഒലീവ് ഓയിലും മിക്സ് ചെയ്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുക. 20 മിനിറ്റിന് ശേഷം വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. ഇത് താരനെ ഒറ്റ ഉപയോഗത്തിൽ തന്നെ ഇല്ലാതാക്കുന്നു. ആര്യവേപ്പില തലയിൽ ഇങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നത് വഴി മുടിയിഴകളെ ശക്തിപ്പെടുത്താനും ഒരേ സമയം മുടി കൊഴിച്ചിൽ കുറക്കാനുമെല്ലാം സഹായിക്കും. അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി കിട്ടാനും നല്ല നീളം കിട്ടാനും നല്ല വളരാനും ഒക്കെ സഹായിക്കുന്നു. അകാലനര പരിഹരിക്കാനും നല്ലൊരു മാർഗ്ഗമാണ് ആര്യവേപ്പ് ഇലകൾ ഉപയോഗിക്കുന്നത്. വേപ്പിലയിലെ ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹോർമോൺ അസന്തുലിതാവസ്ഥ, സൂര്യതാപം, സമ്മർദ്ദം എന്നിവ മൂലമുണ്ടാകുന്ന മുടിയുടെ അകാലനരയെ തടയുന്നു. അരക്കപ്പ് തൈരിൽ കുറച്ച് വേപ്പ് പൊടി കലർത്തി ഈ മിശ്രിതം മുടിയിൽ പുരട്ടുക. 20 മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയുക. മിതമായ ഷാമ്പു ഉപയോഗിച്ച് ഇത് കഴുകിക്കളയാവുന്നതാണ്. ആര്യവേപ്പിൻ്റെ ഇലകൾക്ക് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ ഗുണങ്ങളെല്ലാം ഉണ്ട്. അതിനാൽ തന്നെ അവ ചർമ്മ അണുബാധയെ ചെറുക്കുവാൻ വളരെ ഫലപ്രദമാണ്. ഇത് ചർമ്മത്തിലെ അസ്വസ്ഥതകളെ ശമിപ്പിക്കുകയും ചർമ്മത്തെ വരണ്ടതാക്കാതെ വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു. ആര്യവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ പതിവായി കുളിക്കുന്നത് ചർമ്മത്തിലെ അണുബാധ തടയാൻ സഹായിക്കും. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ഉള്ള ഒരേയൊരു ഔഷധ സസ്യമാണ് വേപ്പില. എല്ലാ ദിവസവും രാവിലെ ഒഴിഞ്ഞ വയറ്റിൽ വേപ്പില ചവച്ച് കഴിക്കുന്നത് നിങ്ങളുടെ ദഹന വ്യവസ്ഥയ്ക്ക് മാത്രമല്ല നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അത്ഭുതകരമായ ഗുണങ്ങൾ പകരുന്നതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാനും ബലമുള്ള മുടി ഉണ്ടാകാനുമെല്ലാം ഇത് വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുന്നത് ഗുണകരമാണ്. ആര്യവേപ്പിനെ കുറിച്ചുള്ള ഇത്തരം അറിവുകൾ നിങ്ങളുമായി പങ്കുവച്ചത് ഹെൽത്ത് കെയർ മലയാളം ചാനൽ. ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക. ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.